സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘം ആക്രമണം നടത്തിയ വാർത്തയിലേക്കാണിനി. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ 3 പേർക്ക് നേരെ ആക്രമണമുണ്ടായി. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ഫ്ളാറ്റിൽ മുറിയെടുത്തതിന് ശേഷം ലഹരി ഉപയോഗിച്ച് ബഹളമുണ്ടാക്കിയതോടെ മുറിയൊഴിയാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ ഫ്ളാറ്റിലെ കെയർടേക്കർ ഉൾപ്പെടെ 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുന്നു. ഈ അക്രമി സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് വിവരം? ഈ അക്രമികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇന്നലെ ഗുരുവായൂരിലെ മമ്മിയൂരിലെ സൗപർണിക എന്ന ഫ്ളാറ്റിലാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3:45 കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് റൂം എടുത്ത ചാവക്കാട് സ്വദേശി നിതീഷ് എന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 10ഓളം പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമിക വിവരം. ഇന്നലെ വൈകുന്നേരമാണ് ആദ്യം വണ്ടി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഏർപ്പാടിനാണ് റൂം എടുത്തത് എന്നാണ് നിതീഷ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നിതീഷ് വന്ന് റൂം എടുക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കാം. എന്തായാലും 10ഓളം പേരുണ്ടായിരുന്നു. ഇവർ മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഫ്ളാറ്റ് ജീവനക്കാർ റൂം ഒഴിയണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഈ 10ഓളം പേർ ചേർന്ന് ഈ 3 പേരെ, കെയർടേക്കർ ഉൾപ്പെടെയുള്ള 3 പേരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. കെയർടേക്കറായ ചാലിശ്ശേരി സ്വദേശി അനുമോദ്, ബംഗാൾ സ്വദേശി മഹേഷ്, അതുപോലെ ഗുരുവായൂർ സ്വദേശി പ്രവീൺ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഈ 3 പേരെയും ചാവക്കാട് ആശുപത്രിയിൽ 3 പേരും ചികിത്സയിലാണ്. പ്രവീണിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ മർദ്ദനമുറകൾ അഴിച്ചുവിടുകയും ആ ഫ്ളാറ്റിൽ വലിയ ബഹളമുണ്ടാക്കുകയും ചോദ്യം ചെയ്തതിനാണ് ഈ 3 പേരെ 10ഓളം പേർ ചേർന്ന് ആക്രമിച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ നിതീഷ് ഒഴികെ മറ്റുള്ള ആളുകൾ ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ ഒരു പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്, ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണെന്ന് പോലീസിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിനപ്പുറം ഏതെങ്കിലും ആക്രമണ കേസുകൾ, വധശ്രമ കേസ്, കൊലപാതകമടക്കമുള്ള കേസുകളിൽ ഇവർക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും നീങ്ങുന്നുണ്ടോ? സൂചിപ്പിച്ചത് ശരിയാണ്. നിതീഷിനെ ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ. എന്തായാലും ഈ സംഘത്തിന് ലഹരി മാഫിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസ് ഭാഷ്യം. അതുപോലെ തന്നെ മറ്റ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് ഈ 10ഓളം സംഘത്തിലുള്ളവർ. ഈ ജീവനക്കാരെ ആക്രമിച്ച സംഘത്തിലുള്ളവരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതേയുള്ളൂ. എന്തായാലും ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട സംഘമാണിത്. ലഹരി ഉപയോഗിച്ച ശേഷമുണ്ടായ പ്രകോപനത്തിലാണ് ജീവനക്കാരനെയും മറ്റുള്ളവരെയും ഈ സംഘം ആക്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആജ്ഞ, ഇപ്പോൾ ഏതാനും പ്രതികൾ ഈ പോലീസിന്റെ അക്രമി സംഘത്തിലുള്ളവരിൽ ചിലർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവർ ഒളിവിലാണെന്ന വിവരമാണ്. എങ്ങനെയാണ് ഈ പ്രതികളെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ഇതിൽ റൂം എടുത്ത നിതീഷിനാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിൽ എടുത്തത്. തുടർന്നുള്ളവരുടെ വിവരങ്ങൾ നിതീഷിനോട് ചോദിച്ചറിയുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റഡിയിൽ ആയിട്ടുള്ളവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്നിരുന്നാലും ലഹരി മാഫിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ട് ജീവനക്കാരെ ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്ഛൻ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഈ 3 ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്നു. ആ സമയത്ത് ഈ ഫ്ളാറ്റിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് നേരെയും ഈ അക്രമികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഈ ആക്രമണത്തെ തടയാൻ ശ്രമിച്ചിരുന്നോ? ടോം,
ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വരെ ഈ 3 പേരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. മറ്റ് ആളുകളും അതിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ആളുകൾ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം കൂടി ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും ഇത്തരത്തിൽ അതിക്രൂരമായി ഈ 3 പേരെയും, പ്രത്യേകിച്ചും ജീവനക്കാരൻ കെയർടേക്കർ അനുമോദിനെയും ജീവനക്കാരായ മഹേഷിനെയും അതുപോലെ പ്രവീണിനെയും ആക്രമിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ഈ CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തേക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുമെന്നാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പ്രതീക്ഷ. സ്വാഭാവികമായി ലഹരി മാഫിയുമായി ബന്ധമുള്ളവരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അക്രമികളായിട്ടുള്ള 10 പേരിലേക്ക് മാത്രമല്ലല്ലോ അന്വേഷണം നീങ്ങേണ്ടത്, ഈ ലഹരി മാഫിയയിലേക്ക് കൂടി. ഇവർക്ക് ലഹരി നൽകിയത് ആരാണ്, ആർക്കൊക്കെ ഈ ലഹരി മാഫിയുമായി ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങുമോ? എങ്ങനെയാണ് ഈ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയയുടെ വലിയ സാന്നിധ്യമുള്ള, ലഹരി മാഫിയ വലിയ രീതിയിൽ ഭീതി വിതയ്ക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഗുരുവായൂരും സമീപ പ്രദേശങ്ങളും. അവരെ ഈ ലഹരി മാഫിയയിലേക്കുള്ള പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായും ഇനി കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടി നീങ്ങേണ്ടതല്ലേ? സൂചിപ്പിച്ച ശരിയാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ കണക്കെടുത്താൽ പോലും നിരവധി ആളുകളാണ് ലഹരി മാഫിയയെ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൻ്റെ ഈ പ്രദേശത്തു നിന്നും, പ്രത്യേകിച്ചും ചാവക്കാട്, ചാലുശ്ശേരി തുടങ്ങിയ ഈ പ്രദേശത്തിൽ നിന്നും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടവും, നിരവധി കൊലപാതകങ്ങൾ, ഗുണ്ടാ കുടിപ്പക പോലെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായി നിരന്തരം വാർത്തയിൽ ഇടം പിടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ലഹരി മാഫിയയുടെ പ്രശ്നങ്ങൾ എന്ന് ടോം സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ 10ഓളം പേർ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് പ്രകോപിതരായി ആളുകളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരുന്നെങ്കിൽ പോലും ഇവരെ മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്ക് ആര് ലഹരി നൽകി, അല്ലെങ്കിൽ ഇവർക്ക് ലഹരി ലഭിക്കാനുള്ള സോഴ്സ് എന്താണ്, ഇവരുടെ മറ്റ് പ്രത്യേകിച്ചും ലഹരി കടത്തലുമായി ബന്ധമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിലാണ് ലഹരി മാഫിയ സംഘം ഫ്ളാറ്റ് ജീവനക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തിൽ കേസിലെ ഫ്ളാറ്റ് അവിടെ വാടകയ്ക്കെടുത്ത ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റ് അക്രമി സംഘത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.